സഹസ്രാബ്ദങ്ങൾ പഴക്കമുള്ള ഒരു ചോദ്യത്തിന് ഇന്ന് തീർപ്പൊലിപ്പിക്കുകയാണ്. നിങ്ങൾ ഞെട്ടും ഈ മറുപടി കണ്ടാൽ. കണ്ടു എങ്ങനെ ഉണ്ടായി? മനുഷ്യനുണ്ടായിരിക്കുന്നത് പലതരത്തിലുള്ള ജീവികളിൽ നിന്ന് രൂപപ്പെട്ടു വന്നത്. ഉത്തരം കിട്ടിയല്ലോ, സമാധാനമായല്ലോ. നീ വല്ല ചോദിക്കാണ്ടോ? ചോദിക്കണം, ചോദിച്ചോ. പലതരത്തിലുള്ള ജീവികൾ. ആ ജീവികൾ എങ്ങനെ ഉണ്ടാവുന്നു? ജീവികൾ ഉണ്ടായത് ഇതിങ്ങനെയാണ്. ജീവൻ ഉണ്ടാകുന്നത് വഴി എന്ന് പറഞ്ഞാൽ ജീവൻ എന്ന് നമ്മൾ നിർണ്ണയിക്കുന്നത് വഴിയാണ് ജീവൻ ഉണ്ടാകുന്നത്. അതന്നെ ജീവൻ ഉണ്ടാകുന്നത് വഴി അങ്ങനെ അതെ അതന്നെ, അത്രേ ഉള്ളൂ. സിമ്പിൾ അല്ലേ? ഇങ്ങനെ ആ ജീവൻ ഉണ്ടായി എന്ന് വെച്ചാൽ ജീവൻ ഉണ്ടാകുന്ന വഴി ഇങ്ങനെ അങ്ങോട്ട് ഉണ്ടാകുക. നമ്മൾ എന്ന് പറയുന്ന ആരാണ് സാർ? നമ്മളെന്ന് പറയുന്നത് നിങ്ങളിപ്പോ ചോദിച്ച ചോദ്യം, നിങ്ങളുടെ പേരെന്താ? നമ്മളാരാന്ന് അറിയത്തില്ലേ? നമ്മളാരാണെന്ന് നിങ്ങളോട് ചോദിച്ചാൽ നിങ്ങൾ പറയും നമ്മളാരാണ്, നിങ്ങളാരാണെന്ന്. നിങ്ങൾ എന്നോട് ചോദിക്കുക നമ്മളാരാണെന്ന്. അപ്പൊ നമ്മൾ പറയും നിങ്ങളാരാണ്, നമ്മളാരാണ്. വിഷയം പിടിയിട്ടില്ലേ? ഇത്രയേ ഉള്ളൂ. മനുഷ്യന്റെ ആ വെറുപ്പത്തിന് ഇത്രയേ ഉത്തരവുണ്ട്. കൂടുതലും ചോദിക്കരുത്. നിങ്ങളുടെ പേരെന്താ? അൻസാരി സുഹരി, ആലപ്പുഴ. ഉണ്ടെന്നറിയാവോ? ഉണ്ട്, ഞങ്ങളെല്ലാരും ഉണ്ട്. ചക്കക്കുരു പോലെ വടി വിരിഞ്ഞ വലിപ്പുണ്ട്. താങ്കൾ പറയുന്നു ലോകമുണ്ടായിരുന്നു. ലോകം ഉണ്ടായെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല, നിങ്ങളാണ് പറഞ്ഞോണ്ടിരിക്കുന്നത്. ലോകം ഉള്ളതാണെന്ന് ഞാൻ പറഞ്ഞു തൊലക്ക്, കൺഫ്യൂഷൻ ഉണ്ടാക്കല്ലേ. ലോകം ഉള്ളതാണ്, ഓക്കെ. ലോകം ഉണ്ടായതല്ല, ഉള്ളതാണ്. എന്നിട്ട് വേറെന്തൊക്കെയാണ്? ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ. 4.6 ട്രില്യൺ വർഷങ്ങൾക്ക് മുമ്പ്, ലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് ലോകം ഉണ്ടായിരുന്നു ഉണ്ടായി എന്ന് ആണ് ശാസ്ത്രങ്ങൾ പറയുന്നത്. ബിഗ് ബാങ് തിയറി പ്രകാരം. എന്താണ് പറഞ്ഞത്? 4.6 ട്രില്യൺ വർഷങ്ങൾക്ക്. കറക്റ്റ് ചെയ്യാം. നിങ്ങൾ അത് ഭൂമിയുടെ തുടക്കത്തിനെ പറ്റിയാണ് പറഞ്ഞോണ്ടിരിക്കുന്നത്. അപ്പൊ ഭൂമി പ്രപഞ്ചത്തിലല്ലേ? നമ്മൾ ഭൂമിയിലല്ലേ? അല്ല, ഭൂമിയുടെ തുടക്കം തന്നെ. പ്രപഞ്ചത്തിന്റെ തുടക്കം ജീവജാലങ്ങളല്ലേ മനുഷ്യനാ പറയേണ്ടത്. നിങ്ങൾ ആ ചോദ്യം കറക്റ്റ് ചെയ്യാൻ വേണ്ടി പറയുന്നതാണ്. പ്രപഞ്ചത്തിന്റെ തുടക്കം എന്ന് പറയുന്നത് 13.8 ആണ്. നിങ്ങളല്ലേ പറഞ്ഞത് പ്രപഞ്ചത്തിന്റെ തുടക്കമില്ല? ഇപ്പൊ പറഞ്ഞ് 30.8 ആണെന്ന് പ്രപഞ്ചത്തിന്റെ തുടക്കം. ഭൂമിയുടെ തുടക്കത്തിനെ പറ്റിയാണ് 4.6 എന്ന് പറയുന്നത്. സൂര്യന്റേതാണ്. ഭൂമിയുടെ പറഞ്ഞാൽ 4.5. ഇവർക്കൊക്കെ ഒരു തുടക്കം ഉണ്ടല്ലോ. തുടക്കം മനുഷ്യർ അറിയാൻ ശ്രമിക്കുമ്പോൾ പറയുന്നതാണെന്നാണ് ഞാൻ വീണ്ടും പറയുന്നത്. അപ്പൊ ഈ ബിഗ് ബാങ് തിയറിയിലൂടെയാണ് പ്രപഞ്ചം ഉണ്ടായതെന്ന് പറഞ്ഞത്. അപ്പൊ ബിഗ് ബാങ് തിയറിക്ക് മുമ്പ് പ്രപഞ്ചം ഇല്ലാന്നല്ലേ? വലിയൊരു പൊട്ടിത്തെറിയിലൂടെയാണ് പ്രപഞ്ചം രൂപപ്പെട്ടെന്നല്ലേ ശാസ്ത്രം പറയുന്നത്? മൊത്തം കൺഫ്യൂഷൻ ആയല്ലോ. അതിന് നിങ്ങൾക്ക് കുറച്ചുകൂടെ ബുദ്ധിപരമായി അത് മനസ്സിലാക്കാനായിട്ട് ഞാൻ ഇത് പറയാ. ആ പറയുന്ന സാധനം മനസ്സിലാക്കാൻ ശ്രമിക്കേ. ഇവിടെ നിന്ന് നിങ്ങൾ റെയിൽവേ സ്റ്റേഷനിലുള്ള ദൂരം അളക്കുന്നു. റെയിൽവേ സ്റ്റേഷനിലുള്ള ദൂരം അളക്കുന്നു. പറക്കാട് എന്ന് പറയുന്ന ഈ സ്ഥാപനം നിൽക്കുന്ന സ്ഥലത്തിൽ, അല്ലെങ്കിൽ അവന്യൂ, ദർബാർ ഹാളിന്റെ അവിടെ ഒരു ജംഗ്ഷനിൽ തൊടണ്ടേ? ഇപ്പൊ എന്ത് മനസ്സിലായി? പ്രപഞ്ചം ഉണ്ടായതല്ല, പ്രപഞ്ചം ഉണ്ടയായത് ഇങ്ങനെയാണ്. തമാശകൾക്കപ്പുറം ഒരു വേള നമ്മളും ചിന്തിച്ചു നോക്ക്. ഇത്തരം ചിന്താരാഹിത്യം പറയുന്ന മനുഷ്യരാണ് പലരുടെയും താത്വിക ആചാര്യനും റോൾ മോഡലും ഒക്കെ. എന്തെങ്കിലുമൊക്കെ പ്രൂഫിന്റെ അടിസ്ഥാനത്തിലാണ് ഈ പറയുന്നത്. ഇവിടെ ഭൂമിയും ആകാശവും സൂര്യനും ചന്ദ്രനും അനന്തകോടി നക്ഷത്രങ്ങളുമെല്ലാം യാദൃശികമായി സംഭവിച്ചാണ്. എന്തിനേറെ മനുഷ്യൻ പോലും പല പല ജീവികളിൽ നിന്ന് തരം മാറി യാദൃശികമായി ഭൂമിയിൽ വന്നതാണ്. നമുക്ക് അല്ലാഹു തന്ന ഈ ബുദ്ധി ഒന്ന് ഒരു നിമിഷം ഉപയോഗിച്ചാൽ സൃഷ്ടാവുണ്ടോ ഇല്ലേ നമുക്ക് തിരിച്ചറിയാൻ കഴിയും. നമ്മൾ ഈ ഭൂമിയിൽ യാദൃശികമായിട്ട് വന്നവരാണ് എന്ന് പറഞ്ഞു വെക്കുന്നവർ പോലും ഈ പ്രപഞ്ചത്തിന്റെ മഹാവിസ്മയങ്ങൾ കാണുമ്പോൾ ഒരു വേള ഹൃദയം കൊണ്ട് ചിന്തിക്കുന്നുണ്ടാവും, ഇനി ഇതിന്റെ പിന്നിൽ എന്തെങ്കിലുമൊക്കെ ലക്ഷ്യം ഉണ്ടാവുമോ എന്ന് ചിന്തിച്ചു പോകും. കാരണം എന്തേ? അത്തരമൊരു ചോദ്യം നമ്മുടെ മനോമുകുരങ്ങളിൽ ഉയർന്നു വരാനുള്ള കാരണം യാദൃശികമായി സംഭവിക്കുന്നതൊക്കെ ക്രമം തെറ്റി വരാനാണ് സാധ്യതയേറെ. അതായത് നമ്മുടെ കയ്യിലിരിക്കുന്ന ഒരു കുപ്പി, പൂർണ്ണ രൂപത്തിൽ ഉടയാത്തൊരു കുപ്പി നിലത്തേക്ക് വീണ് കഴിഞ്ഞാൽ അത് ക്രമം തെറ്റിയാണ് കാണാറുള്ളത്. ഒരിക്കലും അത് ക്രമത്തോടുകൂടി നമുക്ക് കാണാൻ കഴിയില്ല. അങ്ങനെയെങ്കിൽ നിങ്ങൾ നോക്കൂ, മുകളിൽ ആകാശവും താഴെ ഭൂമിയും. പ്രഭാതത്തിൽ സൂര്യൻ ഉദിക്കുന്നു, പ്രദോഷത്തിൽ സൂര്യൻ അസ്തമിക്കുന്നു. പ്രഭാതത്തിൽ സൂര്യന്റെ വെളിച്ചം വരുമ്പോൾ ഭൂമികയിലുള്ള മനുഷ്യർ മുഴുവനും ഉപജീവന മാർഗം തേടി പോകുന്നു. അസ്തമാന സമയത്ത് അവരുടെ സ്വന്തം ഗ്രഹത്തിലേക്ക് മടങ്ങി വരികയും രാത്രി അവര് വിശ്രമിക്കാൻ വേണ്ടി ഉപയോഗപ്പെടുത്തുന്നു. ഈ സർക്കിൾ ഇങ്ങനെ പ്രപഞ്ചം വർക്ക് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. നോക്കൂ നിങ്ങൾ, എത്ര കൃത്യമായാണ് ഈ പദ്ധതികൾ ഇവിടെ ക്രമം തെറ്റാതെ നടന്നു പോകുന്നത്. ഇനി മനുഷ്യരിലേക്ക് വന്നാൽ ക്രമം തെറ്റിയാണ്, അല്ലെങ്കിൽ മനുഷ്യൻ അവിചാരിതമായും അപ്രതീക്ഷിതമായും ഭൂമിയിലേക്ക് വന്നതാണ് എങ്കിൽ മനുഷ്യന്റെ സൃഷ്ടിപ്പ് തന്നെ നോക്കൂ. കൈ വരണ്ടെടുത്ത് കൈ വന്നു, കണ്ണ് വരണ്ടെടുത്ത് കണ്ണ് വന്നു, മൂക്ക് വരണ്ടെടുത്ത് മൂക്ക് വന്നു. ഇതേതെങ്കിലും രൂപത്തിൽ ക്രമം തെറ്റി വന്നു? ഒന്നും ക്രമം തെറ്റി വന്നില്ല. എന്തിനേറെ ഈ പ്രപഞ്ചത്തിൽ മനുഷ്യർക്ക് ജീവിക്കാൻ ഉതകുന്ന രൂപത്തിലുള്ള ആവാസ വ്യവസ്ഥയാണ് പടച്ചതമ്പുരാൻ ഇവിടെ സംവിധാനിച്ചിട്ടുള്ളത്. ഇവിടുത്തെ കായികനികളാണെങ്കിലും ഇവിടുത്തെ ഫലപുഷ്ടങ്ങളായ വൃക്ഷലതാദികളാണെങ്കിലും പ്രപഞ്ചത്തിൽ ചുറ്റുവട്ടമുള്ള ഈ ജലസംഭരണിയാണെങ്കിലും
എല്ലാം മനുഷ്യർക്ക് ജീവിക്കാൻ അനുഗുണമായ രൂപത്തിലാണ്. നോക്കൂ, ഈ ആവാസ വ്യവസ്ഥ വേറെ ഏതെങ്കിലും ഗ്രഹങ്ങളിലുണ്ടോ? ഇത് തന്നെ ചിന്തിച്ചാൽ ഇതൊന്നും യാദൃശികമായി ഉണ്ടായതല്ല എന്ന് ചിന്തിക്കാൻ യഥാർത്ഥ ബുദ്ധി ലഭിച്ച മനുഷ്യർക്ക് കഴിയുമെന്നുള്ളതാണ്. അൻസാരി സുഹരി ഉസ്താദിൻ്റെ ചില വീഡിയോകൾ കേൾക്കാൻ നല്ല രസമാണ്. അദ്ദേഹം ചില മറുപടി തമാശ രൂപേണ നൽകുന്നുണ്ടെങ്കിൽ ഒരുപാട് ചിന്തിക്കേണ്ട കാര്യങ്ങളാണ് അതിലൂടെ അദ്ദേഹം പറയുന്നത്. ഇപ്പോൾ ശാസ്ത്രം ഒരിക്കലും ഇസ്ലാമിൻ്റെ ശത്രുവല്ല. ശാസ്ത്രത്തെ ദൈവമായി മാറ്റുമ്പോഴാണ് ഈ പ്രശ്നങ്ങൾ ഉടലെടുക്കുന്നത്. 1400 വർഷങ്ങൾക്ക് മുമ്പ് പരിശുദ്ധമായ ദീനിൻ്റെ വചനങ്ങൾ, പരിശുദ്ധമായ ദീനിൻ്റെ വാക്കുകൾ തീർച്ചയായും ഇന്നും ശാസ്ത്രം ഏറ്റുമുട്ടുന്നില്ലല്ലോ. ഈ ശാസ്ത്രവും അതുപോലെ ഇസ്ലാമുമായിട്ടുള്ള വ്യത്യാസം എന്താണ്? ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചിന്തിച്ചാൽ മതി. ശാസ്ത്രം അന്വേഷിക്കുന്നു, ഇസ്ലാം ഉത്തരം നൽകുന്നു, അത്രേ ഉള്ളൂ. ശാസ്ത്രം എങ്ങനെയെന്ന് ആണ് പറയുന്നത്, ഇസ്ലാം എന്തിനാണെന്നാണ് പറയുന്നത്. ശാസ്ത്രം എപ്പോഴും പരീക്ഷണത്തിലാണ് നിൽക്കുന്നത്, ഇസ്ലാം വിശ്വാസത്തിലും വിവേകത്തിലാണ് നിൽക്കുന്നത്. ശാസ്ത്രം മാറിക്കൊണ്ടിരിക്കുന്ന അറിവാണ്, ഇസ്ലാം മാറാത്തൊരു സത്യമാണ്. ശാസ്ത്രം നിയമങ്ങൾ കണ്ടുപിടിക്കുന്നു, ഇസ്ലാം നിയമങ്ങളിലൂടെ സൃഷ്ടാവിനെ പരിചയപ്പെടുത്തുന്നു. ശാസ്ത്രം ബുദ്ധി കൊണ്ടാണ് കണ്ടുപിടിക്കുന്നത്, ഇസ്ലാം ബുദ്ധിക്ക് ദിശ നൽകുന്നു. ശാസ്ത്രം ശക്തി നൽകുന്നുണ്ടെങ്കിൽ ഇസ്ലാം ആ ശക്തിക്ക് നിയന്ത്രണം നൽകുന്നതാണ്. ശാസ്ത്രം പ്രപഞ്ചത്തെ തുറക്കുന്നുണ്ടെങ്കിൽ ഇസ്ലാം പ്രപഞ്ചത്തിൻ്റെ അർത്ഥം എന്ത് എന്നാണ് പഠിപ്പിക്കുന്നത്. ശാസ്ത്രം ഇല്ലെങ്കിൽ മനുഷ്യൻ അന്ധനാണ്, ഇസ്ലാം ഇല്ലെങ്കിൽ മനുഷ്യൻ ദിശ അറ്റവനായി മാറും. ഒരിക്കലും ചില കാര്യങ്ങൾ പറയുമ്പോൾ നാം ഇസ്ലാമിനെ ഒരു ശത്രുവായി കാണുന്നുണ്ട്. എൻ്റെ പ്രിയപ്പെട്ടവരെ, അവർക്ക് തന്നെ മറുപടി പറയാൻ പറ്റുന്നില്ല. ചില വീഡിയോസുകൾ നമുക്ക് യൂട്യൂബിലും പല നിലക്ക് നാം കാണാറുണ്ട്. ചില ചോദ്യങ്ങളൊക്കെ എടുത്ത് ഞാനൊരു വീഡിയോ കണ്ട്, നമ്മുടെ ഷിയാബുദ്ദീൻ ദാരി ഉസ്താദിൻ്റെ, അദ്ദേഹത്തോട് ഇങ്ങനെ ഒരു മുഖാമുഖം നടക്കുന്ന സമയത്ത് അദ്ദേഹം കൊടുക്കുന്ന കഠിനൻ മറുപടി കേട്ട് ആ എതിർ നിൽക്കുന്ന ആൾ അന്തം വിട്ട് നിൽക്കുകയാണ്. പ്രേക്ഷകരൊക്കെ കൈയടിക്കുകയാണ്. അദ്ദേഹം എന്ത് പറയുന്നുണ്ട് എന്ന് അദ്ദേഹത്തിന് തന്നെ അറിയുന്നില്ല. അദ്ദേഹം പറയുന്ന എന്തോന്ന് പറയുന്നുണ്ട്, ആ കൊടുക്കുന്ന സമയങ്ങൾ എന്തൊക്കെ പറയുന്ന, ആ ചോദിച്ചതിനുള്ള മറുപടി ആയിരിക്കുന്നില്ലത്. നമുക്ക് കേൾക്കുമ്പോൾ തന്നെ അരോചകമായി തോന്നുന്ന രീതിയിലൊക്കെയാണ് വിഷയങ്ങൾ. ഒരിക്കലും ചില ആളുകൾ ഇസ്ലാമിൻ്റെ ശത്രുവായിട്ട് ശാസ്ത്രത്തെ കാണുന്നുണ്ട്. ഒരിക്കലുമല്ല. ശാസ്ത്രം പരിശുദ്ധമായ ദീൻ തന്നെ പഠിക്കാനും അറിയാനും ചിന്തിക്കാനും പല ഇടങ്ങളിൽ പറയുന്നുണ്ടല്ലോ. നാം പഠിക്കണം, വളരണം, അല്ലേ? വളർന്നാലല്ലേ നാം ഒരു തീർച്ചയായും വിജയത്തിലേക്ക് എത്തുന്നത്. അൽഹംദുലില്ലാ, ഞാൻ ഈ വീഡിയോയിൽ വരാൻ കാരണം, ഇങ്ങനെ വീഡിയോ നോക്കുന്ന സമയത്ത് പെട്ടെന്ന് എൻ്റെ ശ്രദ്ധയിൽ ഉസ്താദിൻ്റെ വീഡിയോ കണ്ടപ്പോൾ അത് നിങ്ങളൊന്ന് കാണുക, കേൾക്കാൻ നല്ല രസമുണ്ട്, അതുകൊണ്ട് നിങ്ങളെ ഒന്ന് കേൾപ്പിക്കാമെന്ന് തോന്നി, അതുകൊണ്ടാണ് വീഡിയോയിൽ വന്നത്. അള്ളാഹു ഉസ്താദിന് ആഫിയത്തും ആരോഗ്യം ദീർഘായുസ്സും അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.